എൻ്റെ പേര് മുൻഷാബി. ഞാൻ പട്ടയപ്പാടത്തു നിന്നാണ്. എൻ്റെ സ്ഥലം പട്ടയപ്പാടം. എനിക്ക് ഉമ്മയും വാപ്പിച്ചുണ്ട്, പിന്നെ എനിക്കൊരു ആങ്ങളെ അനുജത്തിയുണ്ട്. ഞങ്ങൾ എനിക്ക് ഈ അസുഖം ചെറുപ്പത്തിലേ തുടങ്ങി. 13 വയസ്സ് വരെ തുടങ്ങി. ഞാൻ 13 വയസ്സ് തുടങ്ങി എനിക്ക് വീഴ്ച തുടങ്ങി കണ്ടപ്പോൾ എനിക്ക് മസ്കുലർ ഡിസ്ട്രോഫി ആണെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ ഞാൻ 9ാം ക്ലാസ് വരെ നടന്നു പോയിരുന്നു. അവിടുന്ന് 10ാം ക്ലാസ് തുടങ്ങി ഓട്ടോറിക്ഷയ്ക്കാണ് ഞാൻ പോയിരുന്നത്. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞു. പിന്നെ ഡിഗ്രിക്ക് ക്രിസ്റ്റി കോളേജിൽ വരെ കിട്ടി. പക്ഷേ ഈ അസുഖം കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് ട്യൂഷൻ എടുത്ത്. പിന്നെ എനിക്കൊരു ആങ്ങളെ ഉണ്ടായിരുന്നു. ആങ്ങളയ്ക്കും ഇതുണ്ടായിരുന്ന അസുഖം. ആളിപ്പോൾ എന്നിൽ നിന്ന് വിട്ടുപോയി. പിന്നെ അനുജത്തിയാണ്. അവരുടെ വിവാഹമൊക്കെ അത് മുൻഷാബിയെ ഒട്ടൊന്നുമല്ല വിഷമിപ്പിച്ചത്. എങ്കിലും അവൾ തൻ്റെ സ്വപ്നങ്ങളിലേക്ക് യാത്ര ചെയ്യുക തന്നെ ചെയ്തു. എനിക്ക് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അപ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പിന്നെ ഡിഗ്രിക്ക് പോകാൻ പറ്റാതായപ്പോൾ എനിക്ക് അതിന് വലിയ സങ്കടമായിരുന്നു. കാരണം ഇത്രയും പഠിച്ച് ഡിഗ്രി വരെ എത്തിച്ചിട്ട് വീണ്ടും പോകാൻ പറ്റിയില്ലല്ലോ. എങ്കിൽ കൂടിയും അവിടെ നിന്ന് ഞാൻ ഒന്ന് PSC എഴുതി റാങ്ക് ലിസ്റ്റിൽ പെട്ടു. എനിക്ക് ജോലി കിട്ടി. പക്ഷെ അതും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് അങ്ങനെ ട്യൂഷന് കുറച്ച് കൂട്ടിക്കൊണ്ടുവന്നു. ഇപ്പോൾ എനിക്ക് 70 കുട്ടിയോളം ട്യൂഷനുണ്ട്. പിന്നെ കടയുണ്ട്. റീചാർജ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഒരുവിധം ഒക്കെ ഉഷാറായിട്ട് പോണ്. എങ്കിലും എനിക്ക് ആ മനസ്സിൻ്റെ വിഷമങ്ങൾ തീർക്കാൻ കഴിഞ്ഞത് ഇനിയും എന്നെപ്പോലുള്ളവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവരെയും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചേ ഞാനിങ്ങനെ ഇരുന്നാൽ പോരാ, ഞാനെങ്കിലും ഇതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെങ്കില എന്നെപ്പോലുള്ളവർ എന്നെ കണ്ട് പഠിക്കണം. അങ്ങനെ ഒരു തീരുമാനത്തിൽ ഞാനിപ്പോൾ ട്യൂഷനും കടയിലൊക്കെ അങ്ങനെ റീചാർജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പോണു. സോഷ്യൽ മീഡിയയിലേക്കുള്ള മുൻഷാബിയുടെ പ്രവേശനം തികച്ചും അവിചാരിതമായിരുന്നു. എന്നാൽ ഇന്ന് അവിടെ സജീവ സാന്നിധ്യമാണ് മുൻഷാബി. ഒപ്പം തന്നെപ്പോലെയുള്ള സഹജീവികൾക്ക് പ്രതീക്ഷയുടെയും അതിജീവനത്തിൻ്റെയും ഒരു നക്ഷത്രമായി നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വാട്സപ്പിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ വാട്സപ്പ് കൂട്ടായ്മയിൽ മസ്കുലർ ഡിസ്ട്രോഫി ഗ്രൂപ്പും പിന്നെ വേറൊരു ഗ്രൂപ്പുണ്ട്, തൃശ്ശൂർ വീൽചെയർ ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ അവരുടെ കൂട്ടായ്മയിൽ ഞാനും ചേർന്ന് അവരുടെ ഫ്രണ്ട്സായി. ഇപ്പോൾ അവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്. ഒരുപാട് പേർക്ക് ജോലിയില്ലാത്തവർക്കും ജോലി എന്നെക്കൊണ്ടാവുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ എന്നെക്കൊണ്ടാവുന്ന സഹായങ്ങൾ ഞാൻ അവർക്ക് എത്തിച്ചു കൊടുക്കും. വീൽ ചെയർ ആണെങ്കിൽ സ്പോൺസർ വഴി അങ്ങനെയൊക്കെ എത്തിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ എന്നെപ്പോലെ ഇരിക്കണ മക്കൾ, അതായത് എൻ്റെ അനിയത്തിമാർ, അങ്ങനെ എന്നെക്കാട്ടി മൂത്തവർ, അവർക്ക് വിദ്യാഭ്യാസമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഫോൺ വഴി അവരെ വിദ്യാഭ്യാസം അവർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ 2-3 ഫ്രണ്ട്സിനെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അവർക്കിപ്പോൾ റീചാർജൊക്കെ ചെയ്ത് അവരിപ്പോൾ ഉഷാറായി. അവരിപ്പോൾ എന്നെപ്പോലെ ഈ ഇലക്ട്രോണിക് വീൽ ചെയറുമ്പോൾ എല്ലായിടത്തും പോയി വരവും ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ കൂട്ടായ്മ ഇടയ്ക്ക് ഞങ്ങൾ കൂടാറുണ്ട് ഓരോ സ്ഥലങ്ങളിൽ. അവിടെ എല്ലാവരും വന്നു വരും. നല്ല കൂട്ടായ്മയാണ്. കാരണം അവിടെ വെച്ച് എനിക്ക് ട്രോഫിയൊക്കെ കിട്ടാറുണ്ട്. ഞങ്ങളുടെ കൂട്ടായ്മയിൽ നല്ല ഇതിനുള്ള ഒരു ട്രോഫിയാണ് എനിക്ക് കിട്ടാറ്. കാരണം എല്ലാവരുമായിട്ട് നല്ല പരിചയമാണ്. എല്ലാവരോടും ഞാൻ നല്ല സഹകരണമാണ്, നല്ല സ്നേഹത്തോടെ പെരുമാറും. എന്തുണ്ടായാലും ഞാൻ എല്ലാവരോടും വിളിച്ച് പറയും. അങ്ങനെയൊക്കെ നല്ലൊരു സ്നേഹബന്ധമാണ് അവരായിട്ട് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഒരു സൗഹൃദരാവ് എന്നുള്ള
ഒരു പരിപാടിയുണ്ട്, ഓരോരുത്തരെ പരിചയപ്പെടുത്തൽ. പിന്നെ വീൽ ചെയർ ഫ്രണ്ട്സിനാണെങ്കിൽ ഓർമ്മച്ചെപ്പ്, അതും ഓരോരുത്തരെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് അവരുടെ കഴിവുകൾ നമുക്കും പാഠങ്ങളായി. കാരണം അവർ അങ്ങനെ സ്പൈനലൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ കിടന്നുകൊണ്ട് ഒരുപാട് വിഷമതകൾ അനുഭവിച്ചെങ്കിലും അവർ അവരുടെ കഴിവുകൾ, ചിലവർ കടകളായിട്ടിരിക്കുന്നു, അങ്ങനെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങുമ്പോൾ ആ ഒരു കഴിവുകൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഓർമ്മച്ചെപ്പ് എന്നൊരു പരിപാടി ഇട്ട്. അപ്പോൾ ഇപ്പോൾ അവരെല്ലാവരും ഓരോ ദിവസം ഓരോരുത്തർക്കാണ് ഓർമ്മച്ചെപ്പ്. അവർ വരുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ആ ഓർമ്മച്ചെപ്പിൽ പങ്കെടുക്കും. അപ്പോൾ അതുവഴി കുറച്ച് ഫ്രണ്ട്സിനൊക്കെ നല്ല എനർജിയായി. കാരണം അവർക്ക് അവരുടെ കഴിവുകൾ ഒന്നും കൂടി ഉയർത്താനുള്ള ഒരു സാഹചര്യം അത് ഒരുക്കി കൊടുത്തെന്ന് എന്നോട് പറയാറുണ്ട്. ഒരു ജീവിതത്തെ പുനഃസൃഷ്ടിക്കാൻ എല്ലാം നഷ്ടപ്പെട്ട് ഇരുളിലാണ്ട ഒരു പുൽക്കൊടിക്ക് ജലവും വെളിച്ചവുമാകാൻ ഒരാൾക്ക് സാധിച്ചാൽ അതിനേക്കാൾ മറ്റെന്ത് പുണ്യമാണ് ഈ ജന്മത്തിൽ ഒരു മനുഷ്യന് നേടാൻ സാധിക്കുക? മുൻഷാബി അത് നേടിയെടുത്തിരിക്കുന്നു. ഒരു വിരൽ മാത്രം ചലിപ്പിക്കാനാകുന്ന മുൻഷാബി ഇന്ന് പലർക്കും വിജ്ഞാനം പകരുന്ന, അക്ഷരം പഠിപ്പിക്കുന്ന ഒരു ഗുരുനാഥയാണ്. അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ഗുരുനാഥ. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഫോൺ നമ്പർ ഒരു കൂട്ടുകാരത്തി നമ്പർ തന്ന്. അപ്പം ഞാൻ ആ നമ്പറിൽ ഒരു കൂട്ടുകാരത്തിനെ വിളിച്ചു. അവളോട് ഞാൻ ചോദിച്ചു, അവളുടെ വിശേഷങ്ങളൊക്കെ ആദ്യം ചോദിച്ചു, അവളുടെ അച്ഛൻ്റെ അമ്മ, അങ്ങനെ എല്ലാ വിശേഷം ചോദിച്ചു. അപ്പോൾ അവളെല്ലാ വിശേഷം പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, നീ എന്താ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന, എന്തെങ്കിലും ചെയ്തൂടെ? അപ്പോൾ അവൾ പറഞ്ഞു, മുൻഷാബി എനിക്കെന്ത് ചെയ്യാൻ, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനുണ്ടല്ലോ, ഞാൻ ചെയ്യുന്നുണ്ടില്ലേ, എനിക്കൊരു വിരൽ മാത്രമേ അനക്കാൻ പറ്റുള്ളൂ, പക്ഷെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ കുറച്ചെങ്കിലും നിനക്ക് ചെയ്യാം, നിൻ്റെ മനസ്സ് മതി, നമുക്ക് എപ്പോഴും മനസ്സുണ്ടായാൽ മതി. അപ്പോൾ ഓക്കെ മുൻഷാബി, ഞാൻ മുൻഷാബി പറഞ്ഞ പോലെ ചെയ്യാമെന്ന്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഫോണിൽ കൂടെ അക്ഷരങ്ങൾ പറഞ്ഞു തരാം, ആ ABCD അങ്ങനെ മലയാള അക്ഷരം. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് അങ്ങനെ പറഞ്ഞാലും പറ്റില്ല, എനിക്ക് എഴുതി കാണിച്ചു തരണം. അപ്പം ഞാൻ വാട്സപ്പ് വഴി അക്ഷരങ്ങൾ സെൻഡ് ചെയ്ത് കൊടുത്ത്. അങ്ങനെ അവളത് കണ്ട് വായിക്കാൻ തുടങ്ങി. അങ്ങനെ അവൾ ഒരു 1.5 മാസം കൊണ്ട് അവളെല്ലാവരും പഠിച്ച്. അപ്പോൾ അവളെന്നും ഞാൻ വിളിക്കും, എന്നും ഒരു 2 മണിക്കൂർ അവൾക്ക് വേണ്ടി ഞാൻ നീക്കി വെക്കും. ട്യൂഷൻ്റെ ഇടയിലും എന്തിൻ്റെ ഇടയിലും കുറച്ച് സമയം ഞാൻ അവൾക്ക് വേണ്ടി നീക്കി വെക്കും. കാരണം എന്നെപ്പോലുള്ള പെൺകുട്ടിയല്ലേ അവൾ, ഈ ലോകം കണ്ടോട്ടെ, നമുക്ക് എങ്ങനെയെങ്കിലും അവളെ രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോൾ അവളെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് വാട്സപ്പിലൂടെ അക്ഷരങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കും. അവളത് നോക്കി പഠിച്ചു. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഇതും ഇങ്ങനെ പഠിക്കാൻ കഴിഞ്ഞു, പിന്നെ ഇനി എന്തെങ്കിലും ഒരു ജോലി എനിക്ക് ആക്കി തരണം എന്നാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓർത്തപ്പോൾ എൻ്റെ ഒരു റീചാർജ് ഉണ്ട്. അപ്പം ഞാനത് അവൾക്ക് റീചാർജ് സംബന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ അവൾ അപ്പോഴും പറഞ്ഞു, എനിക്കിത് റീചാർജ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഇതൊന്നും കഴിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, അത് നിനക്ക് കഴിയും, ഇത്രയും നീ പഠിച്ചില്ലേ, അക്ഷരങ്ങൾ പഠിച്ചു, ഇപ്പം പേപ്പർ കണ്ടാലും കുറച്ചൊക്കെ വായിക്കാൻ കിട്ടും, അപ്പോൾ അതെല്ലാം ചെയ്തില്ലേ, ഇനി ഇതും ചെയ്യാം, ഇതൊരു കൈവിരൽ മതി. അപ്പോൾ അവൾ പറഞ്ഞെന്നാൽ പറഞ്ഞു തരാൻ പറഞ്ഞു. അങ്ങനെ അവൾ ഫോണൊക്കെ ശരിയാക്കി റെഡിയാക്കി ഞങ്ങൾ സ്റ്റോക്കിൽ ഫണ്ട് ഇടണം. അപ്പോൾ അവളുടെ സ്റ്റോക്കിൽ ഞാൻ ഫണ്ട് ഇട്ട് കൊടുത്ത് അവളെ കൊണ്ട് ഓരോ ഫോർമാറ്റ് അയച്ചു കൊടുക്കും, ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കും. ഈസിയുടെ ഓരോ ഫോർമാറ്റ്, ഇപ്പോൾ വഡാഫോൺ ആണെങ്കിൽ വഡാഫോണിൻ്റെ ഫോർമാറ്റ് സെൻഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആദ്യം കുറച്ച് ദിവസം പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ അവൾ ഇതുപോലെ കുറച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസം ഒരു 2 മണിക്കൂർ ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കും, അവളെ പഠിപ്പിക്കും. പിന്നെ 1 മാസം കൊണ്ട് അവൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവൾ നല്ല റീചാർജ് എന്ന് തന്നെ പറയാം, എല്ലാവരും അറിയപ്പെടുന്ന റീചാർജറാണ് അവൾ. അവളിപ്പോൾ കടലും കടന്നെന്ന് തന്നെ പറയാം. കാരണം അവൾ ഉംറയ്ക്ക് പോയി, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൾ ഉംറയ്ക്ക് പോയി. അതും ഞാൻ തന്നെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ അവൾ ഉംറയ്ക്ക് പോയി. അപ്പോൾ നമുക്കൊരു മനസ്സുണ്ടായാൽ മതി, വേറെ ഒന്നും വേണ്ട. കൈകാലുകളിലുള്ള
നമുക്ക് മനസ്സുണ്ടായാൽ മതി എന്തിനും. ഫോൺ വഴി അക്ഷരവും അറിവും പകരുന്ന പ്രക്രിയ മുൻഷാബി ഇന്നും തുടരുന്നു. ഒരുപക്ഷെ നമുക്ക് നിസാരമെന്ന് തോന്നുന്ന ഈ പ്രവൃത്തിയിലൂടെ ഇരുൾ നിറഞ്ഞ ജീവിതങ്ങളിൽ വെളിച്ചമാവുകയാണ് മുൻഷാബി. ആദ്യമായിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൂട്ടുകാരി റമീന എന്ന് പറഞ്ഞത്. ജനിക്കുമ്പോൾ തന്നെ അവൾക്ക് പോളിയോ ബാധിച്ച് അവൾ ഇഴഞ്ഞ് നടക്കുള്ളൂ. അപ്പോൾ അവൾ സ്കൂളിൻ്റെ പടി പോലും അവൾ കണ്ടിട്ടില്ല. നല്ല ബുദ്ധിയും ഇതൊക്കെ ഉണ്ടെങ്കിലും അവളൊരു പുറത്തൊക്കെ അവൾ പോയിട്ടില്ല. അവൾ റൂമിനുള്ളിൽ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ഫോൺ ഇവളെ വിളിച്ചു, അവളടുത്ത് സംസാരിച്ചു. അങ്ങനെ ഞാൻ അവളാണ് ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്തിയത്. കാരണം ഫോണിൽ കൂടെ അക്ഷരങ്ങളും റീചാർജും ഇതൊക്കെ അവളെയാണ് ഞാൻ പഠിപ്പിച്ചത്. ഇപ്പോൾ അവൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അതിൽ കൂടെ അവൾ വീൽ ചെയറിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവിടെ ഉള്ളിലിരുന്ന് ഒരുപാട് വിഷമതകൾ പറയുന്ന കുട്ടിയാണ് ഇന്ന് എൻ്റെ മുന്നിൽ വന്ന് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അത് കാണുമ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞൊഴുകും അവളുടെ സന്തോഷം കാണുമ്പോൾ. തൻ്റേതായ ചില സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട് മുൻഷാബിക്ക്. അതിലേക്കുള്ള യാത്രയിൽ തൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് മുൻഷാബിക്കറിയാം. എന്നാൽ സമൂഹത്തിൻ്റെ ഒരു കൈത്താങ്ങ് തൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെയുണ്ടെങ്കിൽ താൻ തീർച്ചയായും അവിടെ എത്തിച്ചേരുമെന്നു തന്നെ ഇവൾ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു ലക്ഷ്യം ഇപ്പോഴും എനിക്ക് ഗവൺമെൻറ് ജോലി തന്നെയാണ് ഇഷ്ടം. കാരണം ഞാൻ 20ാമത്തെ വയസ്സിൽ PSC എഴുതി. അപ്പം ഞാൻ ഏകദേശം പിടിച്ച് നടക്കും, കുറച്ച് പിടിച്ച് നടക്കും. ആ സമയത്ത് ഞാൻ PSC എഴുതി. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി കിട്ടി. അവിടെ ചെന്ന് ഒരു പ്രാവശ്യം അപ്പോയിൻമെൻറ്റ് ചെയ്തു ഞാൻ. പിന്നത്തെ എനിക്ക് പറ്റാണ്ടായപ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ അന്നാളി പറഞ്ഞത്, എന്തിനീ ഈ ജോലിക്കൊക്കെ വന്നേ, നിങ്ങളെപ്പോലുള്ളവർക്ക് വീട്ടിലിരുന്നാൽ പോരെ എന്ന് എന്നെ നിരാശപ്പെടുത്തി വിട്ട്. പിന്നെ അതിന് ശേഷം ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര നിരാശയായി. കാരണം ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ജോലിക്ക് ചേർന്നത് തന്നെ. പക്ഷേ അങ്ങനെ പറഞ്ഞ് പിന്നെ ഞാൻ പോയിട്ടില്ല അങ്ങോട്ട്. എൻ്റെ ഉള്ളിൽ മനസ്സിലെപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങളെപ്പോലുള്ളവർക്കൊരു റാമ്പോ ബസ്സിലൊരു വീൽ ചെയർ സൗകര്യമോ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്നെപ്പോലുള്ളവർ ഒരുപാട് രക്ഷപ്പെട്ടാനായിരുന്നു. കാരണം നടക്കുന്ന വികലാംഗന്മാർക്ക് കുഴപ്പമില്ല, പക്ഷേ ഞങ്ങളെപ്പോലുള്ള വീൽ ചെയറിൽ ഇരിപ്പിലായവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഏത് ജോലിക്ക് പോകണമെങ്കിൽ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വേണം. സ്റ്റെപ്പ് കയറണമെങ്കിൽ തന്നെ അതിന് വീൽ ചെയറും കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ റാമ്പ് എന്തായാലും വേണം. അപ്പോൾ ഇനിയും ഞാൻ ഈ ഗവൺമെൻറ് ജോലിക്ക് പരിശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റിൽ ഞാൻ പേര് രജിസ്റ്റേർഡ് പുതുക്കി. ഞാൻ അന്ന് ജോലി കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പിന്നെ എംപ്ലോയ്മെൻറ്റിൽ പോയില്ല. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എംപ്ലോയ്മെൻറ്റിൽ ചെന്നപ്പോൾ സാറ് വീണ്ടും ചീത്ത പറഞ്ഞു. കാരണം സാറ് ചോദിച്ചു, നിനക്കത് ഇവിടെ വന്ന് പറയണ്ടേ, ഒന്നില്ലെങ്കിൽ പുതുക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അങ്ങനെ അവർ നിരാശപ്പെടുത്തി പിന്നെ ആ മനസ്സിൽ പോയി. ഇപ്പോൾ വീണ്ടും ഞാൻ ഇതിലേക്ക് തന്നെ വന്നു. അപ്പോൾ സാറ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഇത് എഴുതി കൊടുക്കുക, ജോലിക്ക് എഴുതി കൊടുക്കുക, എന്നിട്ടൊരു എന്തെങ്കിലും ഒരു പുതുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ലോണോ എന്തെങ്കിലും കൈവല്യ അതുപോലെയൊക്കെ ഉണ്ട്, അപ്പോൾ അത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതുപോലെ കൈവല്യ ലോൺ എടുത്തു. അതിലും ഞാൻ ട്രെയിനിങ് ക്ലാസ്സിൽ പോയി, അതെനിക്ക് കിട്ടി. ഇപ്പോഴും ഞാൻ പറയുന്നത് ഇപ്പോഴും ആ മോഹം മാറിയിട്ടില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് ഉദ്യോഗസ്ഥയായിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ ജോലിക്ക് എനിക്ക് കയറാതെ ഭയങ്കര നിരാശയുണ്ട്. ഇപ്പോഴും ആ ഒരു ആഗ്രഹം എന്നിൽ നിന്നും മാറിയിട്ടില്ല. എനിക്കിപ്പോഴും കിട്ടുന്നുണ്ടെങ്കിൽ, ആ ജോലി കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോയിരിക്കും. എനിക്ക് ജോലി ചെയ്ത് ജീവിക്കണം, അല്ലാതെ എല്ലാവരും സഹതാപമല്ല എനിക്ക് വേണ്ടത്. ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ള മനസ്സാണ് എനിക്കിപ്പോൾ.
എന്നെപ്പോലുള്ളവർ ഒരുപാട് പേരെ ഞാൻ ഉയരങ്ങളിൽ എത്തിച്ചില്ലേ. അപ്പോൾ എന്നെപ്പോലുള്ളവർ, അതായത് വയ്യാതെ ഇരിക്കണവർ, ഒരുപാട് പേര് ഞാൻ അറിയപ്പെടാത്തവരുണ്ട് ഈ ലോകത്ത്. അപ്പോൾ എല്ലാവരോടും പറയണത്, നമുക്ക് കൈയോ കാലോ അല്ല പ്രധാനം, നമുക്ക് നല്ലൊരു മനസ്സാണ്. ശക്തിയുള്ള മനസ്സുണ്ടെങ്കിൽ ശക്തിയുള്ള നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാം. അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയണം, ആ മനസ്സുണ്ടായാൽ മതി. നിങ്ങൾ ഒരിക്കലും വീടിൻ്റെ ഉള്ളിലിരുന്ന് നിരാശപ്പെടരുത്. ഒരുപാട് പഠിച്ച് ജോലിക്ക് പോകാൻ പറ്റാത്ത എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയാണ്, കൂട്ടുകാരോടും കൂട്ടുകാരികളോടും ഞാൻ പറയാണ്, നല്ലൊരു മനസ്സ് നിങ്ങൾക്ക് ദൈവം തന്നിട്ടില്ലേ, ആ മനസ്സ് മതി നിങ്ങൾക്ക് ഇന്ന് ഈ നമ്മളെ നടക്കുന്നവരെ പോലെ നമുക്ക് ജോലിയിൽ പോവാം, ജോലി പ്രവേശിക്കാം. അപ്പോൾ എല്ലാവരോടും കൂടി എനിക്കൊരു സന്ദേശം തരാനുണ്ട്. ശക്തിയുള്ള മനസ്സ് മതി നമുക്കെപ്പോഴും. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ വീടിനുള്ളിലിരിക്കാതെ പരമാവധി പുറത്തിറങ്ങി നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പരിശ്രമിക്കുക. നമ്മളെപ്പോഴും പ്രവൃത്തി ചെയ്താലല്ലേ നമുക്ക് ഗുണം കിട്ടും. നമ്മളിപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ പഠിച്ചില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല. സ്കൂളിൽ ചെന്ന് ബുക്ക് വായിച്ചാലല്ലേ നമുക്ക് കിട്ടും. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ നമുക്ക് അറിവ് കിട്ടും. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ കിടപ്പായി എന്ന് വെച്ചിട്ട് നമുക്കതൊന്നും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ കിടന്നു, അതല്ലെങ്കിൽ നമ്മൾ ഇരിപ്പിലായി, ഒരിക്കലും നിരാശപ്പെടേണ്ട. നമുക്ക് അറിവുണ്ടല്ലോ, നല്ലൊരു മനസ്സുണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ജീവിക്കുക, നന്നായിട്ട് ശക്തിയോടെ നമ്മൾ പ്രവർത്തിക്കുക. എല്ലാവരോടും ഞാൻ പറയണ്, നമ്മളെപ്പോലുള്ളവർ ഒരിക്കലും വീടിനുള്ളിൽ അകപ്പെട്ടു പോകരുത്. എല്ലാവരും നന്നായിട്ട് പരിശ്രമിക്കുക. ശക്തി ജീവിതം എന്നുള്ളത് സുഖവും ദുഃഖങ്ങളും നിറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് അനുഭവിക്കണം, സുഖവും അനുഭവിക്കണം, ദുഃഖവും അനുഭവിക്കണം. അപ്പോൾ ചിലർക്ക്, എൻ്റെ കാഴ്ചപ്പാടിൽ എന്നെപ്പോലുള്ളവർക്ക് ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ആ ദുഃഖത്തെ സുഖമായി കാണാം, സന്തോഷത്തോടെ നമ്മൾ ആ ദുഃഖത്തെ സ്വീകരിച്ച് നമ്മൾ അതിൽ നിന്നും, ആ പരിമിതികളിൽ നിന്നും നമ്മൾ ഉയരങ്ങളിലേക്ക് എത്താം. ആ ഒരു സന്ദേശമാണ് എനിക്ക് തരാൻ കഴിയുന്നത്. ഈ ചെയർ കിട്ടിയപ്പോൾ വളരെയേറെ സന്തോഷമായി. കാരണം പുറത്തേക്കൊന്ന് പോവാനൊക്കെ പറ്റി. അതുപോലെയാണ് എന്നെപ്പോലുള്ളവരും വിഷമിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗവൺമെൻറ്റിനോട് ഞാൻ പറയാണ്, എന്നെപ്പോലുള്ള ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രിക് വീൽ ചെയർ ഞങ്ങളെപ്പോലുള്ളവരെ സഹായിക്കണം, അത് തന്നെ സഹായിക്കണം. പിന്നെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മറ്റുള്ള സഹായങ്ങളും ഞങ്ങൾക്ക് തരണം. പിന്നെ പെൻഷൻ 1100 നിന്ന് കുറച്ചെങ്കിലും കൂട്ടി ഞങ്ങൾക്ക് തരണം. കാരണം ഞങ്ങളെപ്പോലുള്ളവർക്ക് പെൻഷൻ ഒന്നും തികയില്ല. ഒരു മരുന്ന് മേടിക്കണമെങ്കിൽ തന്നെ 500-650 രൂപയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ തരുന്ന 1100 രൂപ മാസത്തിൽ ഒന്നും ആവില്ല. അപ്പോൾ ദയവ് ചെയ്ത് ഗവൺമെൻറ്റിനോട് പറയാമെന്നുള്ള കാര്യമാണ്. പെൻഷൻ ഞങ്ങൾക്ക് ഭിന്നശേഷിക്കാർക്ക് കൂട്ടിത്തരാം. പിന്നെ ഇലക്ട്രോണിക് വീൽ ചെയർ എന്നെപ്പോലുള്ളവർക്ക് ഇലക്ട്രോണിക് വീൽ ചെയർ കൊടുക്കാനുള്ളൊരു സന്മനസ് ഗവൺമെൻറ് കാണിക്കണം ഞങ്ങളെപ്പോലുള്ളവർക്ക്. അപ്പോൾ തീർച്ചയായും ഞങ്ങളെപ്പോലുള്ളവർ ഉയരങ്ങളിലെത്തും, ഉറപ്പാണ് എന്ന് ഞാൻ ഗവൺമെൻറ്റിനോട് അപേക്ഷിച്ച് പറയാണ്. അപ്പോൾ എനിക്ക് എന്നെപ്പോലുള്ളവർക്ക് ജോലിയും
ഗവൺമെൻറ്റിനോട് ഞാൻ പറയണം ജോലിയും ഒന്ന് ശരിയാക്കി തരണം. കാരണം എന്നെപ്പോലുള്ളവർ ഒരുപാട് പേര് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ എനിക്കൊക്കെ ചെറിയ കടയും ഇതൊക്കെ ഉള്ളതിൻ്റെ പേരിൽ വിഷമങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു വീടിൻ്റെ കുടുംബനാഥനായിരിക്കും ഈ ഒരു അവസ്ഥയിൽ വന്നെങ്കിൽ അവരൊരുപാട് കഷ്ടപ്പെടുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ജോലി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയെങ്കിൽ അവർ രക്ഷപ്പെടും. അതുപോലെ ഇലക്ട്രോണിക് വീൽ ചെയർ എന്ന് പറയുന്നത് എല്ലായിടത്തും പോവാതെ ഒന്ന് കൈ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ എന്നെപ്പോലുള്ളവർക്ക് വീൽ ചെയറും കൊടുക്കുക. പിന്നെ നമ്മുടെ ബസ്സിൽ വീൽ ചെയർ സൗകര്യം ഉണ്ടാക്കിയെങ്കിൽ ഒരുപാട് സന്തോഷമായിരുന്നു. ഞാൻ ഗവൺമെൻറ്റിനോട് പ്രത്യേക ശ്രദ്ധയിൽപ്പെടാൻ പറയണം. വീൽ ചെയർ സൗകര്യം ബസ്സിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഉണ്ടാക്കിയെങ്കിൽ ഇതിപ്പോൾ വണ്ടിക്കൊക്കെ പോകുമ്പോൾ 100 രൂപ കൊടുക്കേണ്ടടുത്ത് ഒരു 500 രൂപയാണ് എന്നെപ്പോലുള്ളവർ കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ബസ്സിലൊക്കെ ആണെങ്കിൽ 100 രൂപ മതിയോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം. ഗവൺമെൻറ് അതിനു വേണ്ടി ഞങ്ങളെപ്പോലുള്ളവർക്ക് സഹായിക്കണം. മുൻഷാബിയുടെ ഏറ്റവും വലിയ ശക്തി മുൻഷാബിക്ക് പൂർണ്ണ പിന്തുണയുമായി നിലകൊള്ളുന്ന മുൻഷാബിയുടെ ഈ കുടുംബമാണ്. മുൻഷാബിയുടെ സ്വപ്നങ്ങൾക്കും ചിന്തകൾക്കും കൂട്ടായി അവർ എന്നും മുൻഷാബിക്കൊപ്പമുണ്ട്. എൻ്റെ പേര് ഗഫൂർ എന്നാണ്. ഞാൻ മുൻഷാബിയുടെ മദറിൻ്റെ ചേട്ടത്തിൻ്റെ മകനാണ്. ഇതും അതുപോലെ ഒരു ചേട്ടത്തിൻ്റെ മകനാണ്. അത് മുൻഷാബിയുടെ ഫാദറാണ്. അത് മുൻഷാബിയുടെ മദറാണ്. മുൻഷാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 7ാം ക്ലാസ് തുടങ്ങിയത് മുൻഷാബിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത്. 10ാം ക്ലാസ് ആയപ്പോഴേക്കും പോകാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷെ മുൻഷാബി വളരെ ആക്റ്റീവാണ്. ഇന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ മുൻഷാബി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമായിട്ടാണ് ഈ പറയുകയാണെങ്കിൽ മുൻഷാബിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റ് തടസ്സമായിരുന്നു. അത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പറഞ്ഞിട്ട് ആരും മാറ്റില്ല. മുൻഷാബി ഒറ്റയ്ക്ക് തിരുവനന്തപുരത്തേക്ക് വിളിച്ച് അവിടുത്തുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിട്ട് പറഞ്ഞ് അവർ 10 പൈസ ഇല്ലാതെ മുൻഷാബിക്ക് ആ പോസ്റ്റ് അവിടെ നിന്ന് മാറ്റി കൊടുത്തുള്ളത്. അത് തന്നെ മുൻഷാബിയുടെ ഒരു പ്ലസ് പോയിൻ്റാണ്. കാരണം നമ്മൾ വിചാരിച്ചിട്ട് പോലും ആരും അങ്ങനെ ഒരു മൈൻഡോ ചെയ്തില്ല. അപ്പോൾ മുൻഷാബി മുൻകൈ എടുത്ത് ആ പോസ്റ്റ് മാറ്റി എന്നുള്ളതാണ് മുൻഷാബിയുടെ ഏറ്റവും വലിയൊരു ജീവിതത്തിൽ പറയാൻ പറ്റിയ കാര്യം. കാരണം ഞങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടും അതൊന്നും ചെയ്തില്ല. പിന്നെ മൊബൈൽ റീചാർജ് ഉണ്ട്. ഒരുപാട് മൊബൈലിൻ്റെ റീചാർജ് കസ്റ്റമർ ഉണ്ട് മുൻഷാബിക്ക്. മുൻഷാബിയുടെ ഒരു കൂട്ടുകാരത്തിനെ ഇതുപോലെ തന്നെ അസുഖമായിട്ട് മുൻഷാബി റീചാർജ് ചെയ്ത് പഠിപ്പിച്ച് അവളും ഈ രംഗത്തേക്ക് കൊണ്ടുവന്നു. ഇന്ന് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് മുൻഷാബിക്ക്. മുൻഷാബിനെ പോലെ അസുഖങ്ങളായ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മുൻഷാബിനെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മുൻഷാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ വളരെ ആക്റ്റീവാണ്. അവൾ ഈ അസുഖത്തെ അവളൊരു മൈൻഡ് ചെയ്യണില്ല. അത് ദൈവം തന്നിട്ടുള്ളൊരു അസുഖം എന്നുള്ളതിലും ദൈവമല്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മുൻഷാബി ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ മുൻഷാബിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ വാപ്പാടെ അറ്റാക്കിൻ്റെ ഒരു പ്രശ്നം വന്ന് അതിന് സാമ്പത്തികമായിട്ട് മുൻഷാബി ഒരുപാട് ഫ്രണ്ട്സുകളെ വിളിച്ച് ഒരുപാട് സംഘാടകരെ വിളിച്ച് ഞാനൊക്കെ നടന്നിട്ടൊന്നും സാധിക്കാത്തത് മുൻഷാബി എന്നെ പറഞ്ഞു വിട്ട് സാധിച്ചിട്ടെന്നുള്ളതാണ് അവിടെ പ്ലസ് പോയിൻ്റ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു വരുമാനം എന്ന് പറയുമ്പോൾ മുൻഷാബിനെ കൊണ്ടുള്ളൊരു വരുമാനത്തുമ്പോഴാണ് ഇപ്പോൾ നിൽക്കണമെന്ന് പറയാം. കാരണം അവൾ റീചാർജബിൾ ആയാലും ഒരു ചെറിയൊരു പലർക്കടയുണ്ട്. പിന്നെ കുറേ സംഘാടകർ അവളെ സഹായിക്കുന്നുണ്ട്. ഒരുപാട് ഫ്രണ്ട്സുകളും അവൾക്കുണ്ട്. അവൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് ചെയ്യിപ്പിക്കുക. അതായത് അവൾക്ക് അസുഖമുള്ള ആൾക്കാരെ നിങ്ങളിങ്ങനെ വെറുതെ ഇരിക്കരുത്, നമ്മൾ മുന്നിട്ടിറങ്ങണം. അപ്പോൾ ഒരു എന്താ പറയുക, അവൾ ഒരിത്തിരി ആക്റ്റീവാണ്. അവൾക്ക് സംസാരിക്കാൻ കഴിവുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഒരുപാട് പിള്ളേർക്ക് ഇവിടെ 10ാം ക്ലാസ് +2 വരെ പിള്ളേർക്ക് ഇവിടെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ആ പിള്ളേരും കുറേ ആക്റ്റീവാണ്. പഠിത്തത്തിലായാലും കാര്യങ്ങളൊക്കെ ആയാലും ഒരുപാട് ആക്റ്റീവാണ്. അത് മുൻഷാബിയുടെ കഴിവനെന്ന് അവരെ മാതാപിതാക്കൾ പറഞ്ഞിരിക്കുന്നുണ്ട്. അതിൽ നിന്നൊരു ചെറിയ വരുമാനം. പിന്നെ ഒരു ആങ്ങളി ഉണ്ടായിരുന്നു. അതൊരു 23 വയസ്സിൽ ഇതുപോലെ അവന് ഈ അസുഖം തന്നെ ആയപ്പോൾ അവനെ ദൈവം തിരിച്ചു വിളിച്ച്. പക്ഷെ അതിലൊന്നും അവൾ തകർന്നില്ല. ഇന്നിപ്പോൾ അവളെ ഫാദറിൻ്റെ ആൻറ്റിപ്ലാസ വിജയിച്ചില്ല, ബൈപ്പാസ് നടത്തി. അതിനൊരുപാട് സഹായങ്ങളൊക്കെ മുൻഷാബിയുടെ പ്രയത്നം കൊണ്ട് കിട്ടിയെന്ന് തന്നെ പറയാം. ഇത്രയൊക്കെയുള്ളൂ മുൻഷാബിനെ കുറിച്ച് പറയാനായിട്ട്. ഇപ്പോൾ തന്നെ ഒരു വീൽ ചെയർ, ഇലക്ട്രിക് ചെയർ കിട്ടാൻ വേണ്ടിയിട്ട് അവൾ ഞങ്ങളൊന്നും വിചാരിക്കാത്ത പോലും ഇത് വേറൊരു പഞ്ചായത്തിൽ നിന്ന്, അതായത് ഈ പഞ്ചായത്തിൽ പോലും കിട്ടാത്തത് 3 പഞ്ചായത്ത് മറികടന്നിട്ടാണ് മുൻഷാബിക്ക് ഒരു വ്യക്തി മുൻഷാബിയുടെ പ്രയത്നം കൊണ്ട് ആ ഇലക്ട്രിക് ചെയർ അവൾ കിട്ടിയത്. അത് വെറും 3 ദിവസം കൊണ്ട് കിട്ടിയെന്നുള്ളതാണ്.
അപ്പോൾ മുൻഷാബിക്ക് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്. അവൾ നല്ല ആക്റ്റീവാണ്, അവൾ തളരണില്ല. ദൈവം ഇനി ഇതുപോലെ തന്നെ വേറുള്ള പ്രശ്നങ്ങൾ കൊടുക്കാതെ നിർത്തി കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അതുപോലെ ഇത് കാണുന്നവരും അവളെ മൊബൈൽ നമ്പറിലൊക്കെ വിളിച്ച് അവൾക്ക് ആശ്വസിപ്പിക്കാം, അവൾക്ക് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. അല്ലെങ്കിൽ മറ്റുള്ള നമുക്ക് തന്നെ പറ്റിയില്ലെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാൻ പറ്റിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കാം. അവളെ നമ്പർ എന്തായാലും ഈ ചാനൽ കൂടെ തരും. എല്ലാവരോടും നന്ദി. നാം ആദ്യം പറഞ്ഞതുപോലെ പ്രകാശം പരത്തുന്ന ഒരു മുഖവും ഹൃദയവുമായി മുൻഷാബി ഇവിടെയുണ്ട്. അക്ഷരമറിയാത്തവരിലേക്ക് ഒരു ഫോൺ വിളിയായി മുൻഷാബി ഇറങ്ങി വരും. അവരുടെ ജീവിതങ്ങളെ സ്പർശിക്കും, അതിനെ പ്രകാശമുള്ളതാക്കും. അപ്പോൾ നാം മറന്നുപോകരുതാത്ത ഒരു സത്യമുണ്ട്.